ബഹുമാനായ ഇസുദ്ദീൻ, ജാഥ ക്യാപ്റ്റൻ, പ്രിയപ്പെട്ട ബഹുമാനായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ജാഥയോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ, വേദിയിലുള്ള പി അബ്ദുൽ ഹമീദ്, തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മൾക്ക് പിന്തുണ അറിയിച്ച രത്നവേൽ, അതുപോലെ തന്നെ വേദിയിലുള്ള അജ്മൽ, എ കെ സലാഹുദ്ദീൻ, ജോൺസൺ കണ്ടച്ചിറ, കെ കെ അബ്ദുൽ ജബ്ബാർ, പി ആർ സിയാദ് അടക്കമുള്ള നേതൃത്വങ്ങളെ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ, പ്രബുദ്ധരായ നാട്ടുകാർ, അതോടൊപ്പം അസാന്നിധ്യത്തിലും ഈ സമ്മേളനത്തെ, ഈ സ്വീകരണ സമ്മേളനത്തെ നിറഞ്ഞ സാന്നിധ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ട കെ എ ഷാൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ അതിനെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വലിക്കാൻ, പിന്നോട്ട് തള്ളാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ഈ സ്വീകരണ സമ്മേളനം. കഴിഞ്ഞ 10-11 ജില്ലകൾ പിന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ജാഥ നയിക്കുന്നത് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഇന്ന് 1-2 കാര്യങ്ങൾ മാത്രം പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യാത്ര നയിക്കുന്നത്? ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇവിടെ സാമ്പ്രദായിക പാർട്ടികളില്ലേ? ഭരണഘടന സംരക്ഷിക്കുക എന്ന ഒന്നാമത്തെ മുദ്രാവാക്യം. കാരണം ഏത് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാം. 2024 ജനുവരി മാസം 26 റിപ്പബ്ലിക്കിനെ തകർത്ത, ജനുവരി മാസം 22 ഇന്ത്യൻ ഭരണഘടനയെ അസ്തമിപ്പിച്ച, മനുസ്മൃതി അടിസ്ഥാനമായ ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനുസ്മൃതിയൻ കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഫാസിസത്തെക്കാൾ ഭീകരമായി. കാരണം ഫാസിസത്തിന്റെ വക്താക്കളും നമ്മൾ പറയുന്ന ഹിറ്റ്ലറും മുസോളിനി, ഹിറ്റ്ലറുടെ ആത്മീയ ഗുരുവായിരുന്ന ആ ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന സ്വസ്തിക് ചിഹ്നം ഹിറ്റ്ലർക്ക് സംഭാവന ചെയ്ത അയാളുടെ ഗുരുനാഥൻ മനുസ്മൃതിയാണ്, ഗുരു മനുസ്മൃതിയാണ്. അപ്പോൾ ഹിറ്റ്ലറും മുസോളിനിയും ലോകത്തോട് ചെയ്ത ഭീകരകൃത്യത്തെക്കാൾ വലുതായിരിക്കും ഇന്ത്യ രാജ്യത്ത് ചാതുർണ്യം നടപ്പിലാക്കിക്കൊണ്ട് മനുസ്മൃതിയൻ സിദ്ധാന്തത്തിലേക്ക് രാജ്യം പോയാൽ. അപ്പോൾ അതിനുള്ള ചവിട്ടുപടി, അതിനുള്ള പ്രതിഷ്ഠ, അതിനുള്ള എല്ലാവിധമായ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. 2025 അതവർ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെന്തിനാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത്? ഇവിടെ കോൺഗ്രസ് ഉണ്ടല്ലോ, CPM ഉണ്ടല്ലോ. ഞാൻ ഒരൊറ്റ സന്ദർഭം മാത്രം സൂചിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യ നീതിയാണ്, തുല്യതയാണ്, സ്വാതന്ത്ര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയെ തകർക്കുന്നൊരു സന്ദർഭം 2019 ജനുവരി മാസം 8 ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായി. പെട്ടെന്ന് 1-2 ദിവസങ്ങൾ കൊണ്ട് ആ ചൂടപ്പം പോലെ ബില്ല് പാസാക്കി. സാമ്പത്തിക സംവരണം എന്ന ഓമനെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആ സാമ്പത്തിക സംവരണത്തിന് പിന്തുണച്ചതാരാ? അത് കേരളത്തിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, BJP-ക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്തല്ല, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കിയെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ചോർത്തുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനും പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭരണഘടന സംരക്ഷിക്കുന്ന കോൺഗ്രസ് പറഞ്ഞാൽ ആ കോൺഗ്രസിന്റെ എല്ലാ MP-മാരും അതിനെ കൈയടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഈ സമ്മേളനത്തിൽ ഇത്തരം ഏറ്റവും ശക്തമായ മുദ്രാവാക്യമായി മുന്നോട്ട് വരുന്ന വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ ജനങ്ങൾ അണിനിരക്കുന്നത്. അപ്പോൾ ഭരണഘടന ഒന്നാമതായി തകരാൻ പോകുമ്പോൾ ഏത് നിമിഷവും അതിനെ കാവൽ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും. അതുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുക, രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുക, അതിനോട് അനുപൂരകമായ മറ്റൊരു സംഗതിയാണ്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കേരളം മടിക്കുന്നു? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടന്നു. ജാതി സെൻസസ് കേരളം നടപ്പിലാക്കില്ല. നടപ്പിലായാൽ നിങ്ങൾ കേരളത്തിന്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ടോ? ആരെങ്കിലും? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ റോഹിയൊക്കെ പോയിട്ടുണ്ട്. അവിടെ 24 ദിവസമാണ് കേരളത്തിന്റെ ഒരു പോലീസ് മേധാവിയായി ഒരു മുസ്ലിമിന്റെ പേര് ഒരു വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു സത്താർ എന്ന് പറഞ്ഞ ഒരാളായിരിക്കും. ഒരു ദളിതൻ കേരളത്തിന്റെ പോലീസ് മേധാവി ആയിട്ടുണ്ടോ? ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിട്ടുണ്ടായിരിക്കും.
പക്ഷേ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ, ചീഫ് സെക്രട്ടറിമാരിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിൽ, 1-ാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രൈസ്തവരും പിന്നോക്കരുമൊന്നും ആകുന്നില്ല. 18% വരുന്ന കേരളത്തിലെ ക്രൈസ്തവരിൽ 10.4% വരുന്ന ലത്തീൻ ക്രിസ്ത്യാനികളുണ്ട്, ദളിത് ക്രിസ്ത്യാനികളുണ്ട്. ഇവരാരും ആകുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ 15% താഴെ വരുന്ന 12% വരുന്ന നായർ സമുദായവും മറ്റൊരു 6% വരുന്ന ക്രൈസ്തവരുമാണ് കേരളത്തിന്റെ നിയമസഭയിലെ 70 MLA-മാർ, ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന 10 MP-മാർ, കേരളത്തിന്റെ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഉദ്യോഗങ്ങൾ മുഴുവൻ, കേരളത്തിന്റെ കോർപ്പറേഷനുകളിൽ, കേരളത്തിന്റെ എല്ലാ ബോർഡുകളിലെയും ചെയർമാൻമാർ, മാസം 3 ലക്ഷവും 2 ലക്ഷവും 2.5 ലക്ഷവും ശമ്പളം വാങ്ങിക്കുന്നവർ. ഇപ്പൊ കണ്ടില്ലേ, ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടി തീരുമാനിച്ച ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ, റിട്ടയർ ചെയ്ത ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ അഡീഷണൽ സെക്രട്ടറിയായി അയാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നു. ഞാനും നിങ്ങളും നികുതി പണം അടയ്ക്കുന്ന പണം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ കേരളം ഇതുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. സീതാക്ക എന്ന് പറയുന്ന ഒരു ആദിവാസി പെണ്ണ് ആന്ധ്രാപ്രദേശിൽ, ദളിതയായ പെണ്ണ് ക്യാബിനറ്റ് മന്ത്രി പദവിയിൽ വരുമ്പോഴാണ് 6-7 മന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ദളിതരും ആദിവാസികളും വരുന്നു. പക്ഷെ കേരളത്തിലെ ജനസംഖ്യയുടെ ആനുപാതികമായ പ്രാതിനിധ്യത്തെ മുഖം തിരിച്ചു നിൽക്കുന്നു. 20 പേരും മന്ത്രിമാർ അങ്ങോട്ട് പോകുന്ന ബസ്സിൽ നോക്കിയാൽ ഒരൊറ്റ പട്ടികജാതിക്കാരൻ, പുന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും ഒഞ്ചവും മൊറാഴയും ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ച പട്ടികജാതിക്കാരന്റെ പിന്മുറക്കാരൻ ഒരു കെ രാധാകൃഷ്ണൻ. എത്ര മുസ്ലിങ്ങൾ, എത്ര ധീവരുണ്ട്, എത്ര പിന്നാക്കരുണ്ട്, എത്ര ആശാരി മൂശാരി കൊല്ലനുണ്ട് ചോദിക്കണ്ടേ? ഇത് ചോദിക്കാതിരുന്നാൽ ഇത് ജനാധിപത്യമാകുമോ? കരയോഗം മന്ത്രിസഭയായി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കേരളം മാറുന്നു. 55% പ്രാതിനിധ്യം. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ആഡ്വക്കേറ്റ് റെപ്രസെന്റേഷൻ ഇവിടെ വേണം, മതിയായ പ്രാതിനിധ്യം. ആ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏതറ്റം വരെയും പോയാലും കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുൻപിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ശക്തികളും, ഏത് കുൽസിത ശക്തികളും, നിങ്ങൾക്കറിയാം തോട്ടപ്പള്ളി, ഈ തൊട്ടപ്പുറത്ത് തോട്ടപ്പള്ളി കന്നം ചെയ്തൊരു കമ്പനിയാണ് കേരളത്തെ നിയന്ത്രിക്കുന്ന പുതിയ വാർത്തകൾ വരികയാണ്. നമ്മൾ സമരം ചെയ്തതാണ്. അതുപോലെ ചങ്ങാത്ത മുതലാളിത്തമായി അവർ മാറുന്നു. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഒരു AKG സെന്ററിൽ വന്നാൽ പിണറായി വിജയൻ വരുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന രാഷ്ട്രീയ അധാർമികതയിലേക്ക് ആ പാർട്ടി പോകുന്നത്. നമ്മൾ ആ പാർട്ടിയെ എതിർക്കുന്നൊന്നുമില്ല, ആ പാർട്ടിയുടെ ബഹുമാനമുണ്ട്. പക്ഷേ അവർ കേവലമായ വ്യക്തിപൂജയിലേക്ക് ആ പാർട്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ വിധേയപ്പെട്ടു പോകുമ്പോൾ ആ പാർട്ടിക്ക് എന്തു ചെയ്യാൻ കഴിയും? നാളുകളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അഷ്റഫ് മൗലവി പറഞ്ഞത് ഒരു 25 വർഷം. എന്തിനാണ് 25 വർഷം? 5 വർഷത്തിനപ്പുറം കേരളം ആര് ഭരിക്കണമെന്നും ആരായിരിക്കണം കേരളം ഭരിക്കണമെന്നും തീരുമാനിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ളൊരു പാർട്ടിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലുണ്ടാകും. അന്ന് ഇന്ത്യയിലുണ്ടാകും ഈ പാർട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ അവസരമുണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യാത്ര 1-ാം തീയതി അവസാനിക്കുന്നില്ല. തെരുവുകൾ കീഴടക്കിക്കൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങളായി കേരളത്തിൽ മുഴങ്ങുന്ന ഏറ്റവും ശക്തമായ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള, രാജ്യത്തെ ജനങ്ങളുടെ അവകാശത്തിനുള്ള പോരാട്ടത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ പിന്തുണയുണ്ടാകട്ടെ. രക്തസാക്ഷിത്വത്തിന്റെ ഈ മണ്ണിൽ നിന്നുള്ള ഊർജ്ജമുണ്ടാകട്ടെ. അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ പോകട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വിടവാങ്ങൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. ജയ് ഭീം.